ചെറുഡ് ഭാരത്. നമ്മളോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG ജ്യോതിർഘോഷ് സാറാണ്. സാർ സ്വാഗതം. സർ, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോടായി ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള സ്വയം നിയന്ത്രണത്തിലേക്ക് പോകണം. കോവിഡ് കാലത്ത് ഉണ്ടായതിന് സമാനമായ ചില നിയന്ത്രണങ്ങൾ അനിവാര്യമായിട്ടുണ്ട്. പ്രധാനമായും ഇന്ധനം അത് ഉപയോഗിക്കുന്നത് കുറയണം. പൊതുഗതാഗത മേഖലകളിലേക്ക് ആളുകൾ തിരിയണം. സ്വർണം വല്ലാണ്ട് വാങ്ങിക്കൂട്ടുന്ന പരിപാടി നിർത്തണം. വിദേശയാത്രകൾ പരമാവധി ഒഴിവാക്കണം. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് പശ്ചിമേഷ്യയിൽ ഇറാൻ അമേരിക്ക സംഘർഷം തുടരുന്ന, അത് പരിഹരിക്കാൻ സാധ്യതയില്ല ഉടനെയെങ്കും എന്നുള്ള സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. അത്രയ്ക്ക് ഗുരുതരമായ ഒരു സാഹചര്യമാണോ നിലവിൽ നമ്മുടെ രാജ്യത്തുള്ളത്? തീർച്ചയായിട്ടും ഇപ്പം നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഗുരുതരാവസ്ഥ എന്നതിനേക്കാൾ ഉപരി നമ്മളിപ്പോ ഒരു വല്ലാത്ത തെന്നി വീഴാവുന്ന ഒരു പ്രതലത്തിലൂടെ നടന്നു പോകുന്ന ഒരു അവസ്ഥയിലാണ് തോന്നുന്നത്. കാരണം നമ്മുടെ സാമ്പത്തിക അവസ്ഥ, നമ്മുടെ രാജ്യം ഈ പറഞ്ഞതുപോലെ സാമ്പത്തികമായി മുന്നേറിക്കൊണ്ട് കുതിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ഈ യുദ്ധം വരുന്നത്. അപ്പൊ ആ ഒരു കുതിപ്പിനകത്തൊരു കിതപ്പ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കണം. ആ ഒരു കുതിപ്പിൽ കിതപ്പ് വരുമോ എന്നുള്ളതാണ് നമ്മളിപ്പോ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ സാമ്പത്തിക അവസ്ഥ പോകുന്നത്. കാരണം ഈ നമുക്ക് പിടിച്ചു നിൽക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ രാജ്യത്തിന്റെ ഈ പറഞ്ഞതുപോലെ ഒരു വളരെ ദൂരവ്യാപകമായി നോക്കുകയാണെങ്കിൽ പട്ടിണി മുതൽ ആരംഭിക്കും. ഇതൊക്കെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സാമ്പത്തിക വളർച്ചയുടെ ഗതിക്ക് വലിയ കിതപ്പില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇതിനൊരു കിതപ്പ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ ഉണ്ടാവുന്ന ആഘാതം പോലിരിക്കും. മറിച്ച് ഇപ്പൊ ഒരു ആഴ്ചയിൽ 3 നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു, 3 ദിവസം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു വ്യക്തിക്ക് 2 ദിവസം കഴിക്കാനേ ഉള്ളെങ്കിലും വലിയ പ്രശ്നമില്ല, അഡ്ജസ്റ്റ് ചെയ്തിപ്പോ. മറിച്ച് വളരെ ഒരു സമൃദ്ധമായ അവസ്ഥയിൽ നിന്ന് ജീവിച്ച വ്യക്തിക്ക് ഒരു നേരം പോലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ആ ഒരു സംഗതി നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കാനുള്ള സംഗതി കൃത്യമായിട്ടും പ്രധാനമന്ത്രി അത് പറയുമ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു സൂചനയുടെയും കണക്കുകളുടെയും ഗതിയുടെയും അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രധാനമന്ത്രി ഈ കോവിഡിന്റെ സമയത്തുള്ള ഒരു നിയന്ത്രണം പോലെ നമ്മൾ പാലിക്കണമെന്ന് പറഞ്ഞെങ്കിൽ പോലും അത് നമുക്ക് വളരെ എളുപ്പമല്ല. കോവിഡിന്റെ സമയത്തുണ്ടായിരുന്ന നിയന്ത്രണങ്ങള് വ്യക്തികൾക്കും സമൂഹത്തിനും വളരെ ഈസി ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ സിമ്പിൾ ആയിരുന്നു അതിന്റെ ആപ്ലിക്കേഷൻ. അതായത് വീടടച്ച് വീട്ടിൽ ഇരിക്കുക, പുറത്തേക്ക് ഇറങ്ങരുത്, ആരും ഇറങ്ങുന്നില്ല, അപ്പൊ എല്ലാവരും വീട്ടിലിരിക്കുന്നു. അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് യാതൊരു സംശയം ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ അതല്ല സംഗതി. നമ്മുടെ ജീവിതം പഴയതുപോലെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോവുകയും ആ കൊണ്ടുപോകുന്നതിനകത്ത് ചില നിയന്ത്രണങ്ങൾ വരുത്തുകയും ചെയ്യണം. അത് അവിടെ നമ്മളുടെ വിവേചന അധികാരം ഉപയോഗിച്ച് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഉദാഹരണത്തിന് അൺനെസസറി ഹോർഡിങ്, അതായത് ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്നത് ഇന്ധനങ്ങളുടെയും അതുപോലെ തന്നെ ഇറക്കുമതികളുടെയും പ്രശ്നമാണ്. അപ്പൊ ഇന്ധനത്തിന്റെ ഷോർട്ടേജ് വരുമ്പോഴത്തേക്ക് സമസ്ത മേഖലയിലും ബാധിക്കും. ലോകത്ത് മുഴുവൻ ബാധിച്ചു തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ ഇന്ത്യയും ബാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റ് ഇറക്കുമതികളുടെ സംഗതി. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഈ യുദ്ധത്തിന്റെ അന്തരീക്ഷത്തിന്റെ പശ്ചാത്തലത്തിൽ അൺനെസസറി ഹോർഡിങ്, പൂഴ്ത്തിവെപ്പ് ഒഴിവാക്കണം. അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ നമ്മളുടെ സംസ്ഥാന സർക്കാർ, അപ്പൊ അവിടെയൊക്കെയാണ് ഈ ഗവൺമെന്റ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ വൈകുന്നതിന്റെ പ്രശ്നം കാണുന്നത്. ഇപ്പൊ ഈ കേരളത്തിലെ തന്നെ സർക്കാർ ഇപ്പം സത്യത്തിൽ നിലവിലില്ല. അപ്പൊ ഇവിടെ 1 മണിക്കൂറെങ്കിലും അവിടെ 1 മണിക്കൂർ പോലും വളരെ പ്രധാനമാണ്. കാരണം ഒരു വ്യവസായിക്ക് ഒരു വലിയ പൂഴ്ത്തിവെപ്പ് നടത്താനായിട്ട് വലിയ ദിവസങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോ പൂഴ്ത്തിവെപ്പ് ഒഴിവാക്കുക. പൂഴ്ത്തിവെപ്പ് വളരെ അപകടകരമായ ഒരു സംഗതിയാണ് ഇത്തരത്തിലുള്ള ക്ഷാമം വരുന്ന സന്ദർഭങ്ങളിൽ. മറ്റൊന്ന് ആത്മനിർഭർ വിജിലൻസ് പാലിക്കണമെന്നാണ് പറയുന്നത്. അതായത് ലോക്കൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക. അപ്പൊ അതിനകത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുന്നു. മറ്റേത് ലോക്കൽ എക്കോണമി വളരെ ശക്തമായിട്ട് വരും. അപ്പോ അത് ഒരു നമ്മുടെ സാമ്പത്തിക ത്വരിതാവസ്ഥയ്ക്ക് വലിയ കോട്ടം തട്ടാതെ അതിനൊരു ഗുണകരമായ അവസ്ഥയിലേക്ക്, ഒരു അനുകൂലമായ അവസ്ഥയിലേക്ക് ഈ പ്രതിസന്ധിയെ മാറ്റുന്നതിന് വളരെ സഹായിക്കുന്ന ഒരു സംഗതിയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ, ഈ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഈ ലോക്കൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. പിന്നീട് മറ്റൊന്ന് യൂണിറ്റി ഇൻ ക്രൈസിസ് എന്നുള്ള കൺസെപ്റ്റില്, അതായത് മിസ് ഇൻഫർമേഷൻ. ഇപ്പൊ ഏറ്റവും കൂടുതൽ വലിയ പ്രശ്നം ഇന്നിപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
ഈ നിർദ്ദേശം, പ്രധാനമന്ത്രിയുടെ ഈ നിർദ്ദേശം വന്ന് ഒരു പക്ഷെങ്കില് നമ്മുടെ മനസ്സിൽ പോലും ഒരു തോന്നലുണ്ടാവും, അയ്യോ നമുക്കൊരു കാർ ഉണ്ടെങ്കിൽ ഫുൾ ടാങ്ക് അടിച്ചിടണോ, അല്ലേ? അപ്പൊ അത് പെട്ടെന്നൊരു മെസ്സേജ് മതി. അതായത് പെട്രോൾ ബങ്കുകൾ 48 മണിക്കൂറിനകം അടച്ചിടും എന്നൊരു മെസ്സേജ്, മിസ്ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ രാജ്യത്തുണ്ടാകുന്ന ഒരു ആഘാതം ആലോചിച്ച് നോക്കുക. നമ്മുടെ ജനജീവിതം തന്നെ സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് വരും, ഭീതി വരും. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, അത് വളരെ എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം, അത് ഗവൺമെന്റ് ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അതായത് വർക്ക് ഫ്രം ഹോം വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. അതിലൂടെ ഗണ്യമായിട്ട് ഇന്ധനം വർദ്ധിപ്പിക്കാനായിട്ട് സാധ്യമുണ്ട്. അതുകൊണ്ടാണ് ആ കോവിഡിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം എനിക്ക് ഉദ്ദേശിച്ചത് ഈ വീട്ടിൽ നിന്ന് വർക്ക് ഫ്രം ഹോം ആണ് അതിനകത്ത് ഈ കോവിഡ് കാലവുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞത്. കാരണം അതല്ലെങ്കിൽ കോവിഡ് കാലത്തേക്കാൾ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് രാജ്യം പോകും എന്നുള്ളതാണ് കാര്യം. ഇതിപ്പോ നമ്മൾ ജീവിതം ഒരു പഴയതിനേക്കാൾ വളരെ ത്വരിതമായ രീതിയിൽ, ഊർജമായ രീതിയിൽ കൊണ്ടുപോവുകയും വേണം, നിയന്ത്രണം പാലിക്കുകയും വേണം. ആ നിയന്ത്രണം പാലിക്കുന്നതിനകത്ത് സർക്കാർ ഏജൻസികൾക്ക് ഇത് നിയന്ത്രിക്കുന്നതിന് ഒരു റോളുണ്ട്. ഉദാഹരണത്തിന് പൂഴ്ത്തിവെപ്പ് ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ, അതിനൊക്കെ സംവിധാനം നമ്മളുടെ ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ ഇപ്പൊ നമുക്ക് ഉപയോഗിച്ചിട്ട് വ്യക്തമായിട്ട് കണ്ടെത്താനും നിയന്ത്രിക്കാനും പറ്റും. അതേപോലെ ഗവൺമെന്റ്, എന്നിരുന്നാൽ പോലും ഗവൺമെന്റ് ഏജൻസികൾക്ക് ഒരു പരിധി ഉണ്ടാവും. അതേ സമയത്ത് ഈ യുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലം നമ്മുടെ ജീവിതത്തെ വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഗതികൾ ഉണ്ടായേക്കാം എന്നുള്ള ഒരു മുന്നറിയിപ്പ് അതിശക്തമായിട്ട് പ്രധാനമന്ത്രിയുടെ ഈ അഭ്യർത്ഥനയിലുണ്ട്. അതായത് സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണം. അതായത് കുറച്ചു കാലത്തേക്ക്, ഒരു വർഷത്തേക്കെങ്കിലും, പൂർണ്ണമായിട്ട് അദ്ദേഹം പറയുന്നില്ല, ഒരു വർഷത്തേക്കെങ്കിലും ഈ കിലോ കണക്കിന് സ്വർണം ആൾക്കാർ വാങ്ങി മക്കൾക്കിട്ട് കൊടുത്ത് കല്യാണം കഴിപ്പിക്കുക, അയക്കുന്ന ആ പ്രക്രിയ നിർത്തണം, അല്ലെങ്കിൽ ആ പ്രവണത നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ കോവിഡ് കാലത്തെ പോലെ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഒരു വ്യക്തിക്ക് ഒരു മകൾക്കൊരാൾക്ക് ഇത്ര രൂപ സമ്പാദ്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ആ സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാൻ, അവിടെയും ഈ ആവശ്യമില്ലാത്ത ആഡംബരങ്ങൾ ഒഴിവാക്കാൻ, അവിടെയൊക്കെ ഈ സ്വർണം ഇറക്കുമതിയിൽ നമുക്ക് കുറവ് വരുത്താൻ പറ്റും. അപ്പൊ നമ്മളുടെ ഈ വിനിമയത്തില്, ട്രേഡ് ബാലൻസിൽ നമുക്ക് അതിനകത്തൊരു നിയന്ത്രണം, ഈ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ, അതായത് വ്യാപാര കമ്മി നമുക്ക് കുറച്ചുകൊണ്ടുവരാൻ കഴിയും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു റെഗുലേഷൻ, അതിന്റെ ഒരു പുതിയ ഡൈനാമിസം കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് പാനിക് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതൊരു ഭീതി ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു അവസ്ഥയിൽ അത് വരാതിരിക്കാൻ വേണ്ടി ആയിരിക്കണം പ്രധാനമന്ത്രി ഈ നിർദ്ദേശങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ വ്യക്തികളും അതേപോലെ സർക്കാരും ശ്രദ്ധിക്കേണ്ടതാണ്. കേരളത്തിലെ ഈ പറഞ്ഞ ഇവിടുത്തെ UDF ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. കാരണം എത്രയും പെട്ടെന്നൊരു സർക്കാർ നിലവിൽ വരേണ്ട ഒരു ആവശ്യമാണ് ഇപ്പം എല്ലായിടത്തും നിലനിൽക്കുന്നത്. കാരണം അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ ഒരു വ്യാപാരികൾ എന്നൊക്കെ പറയുന്നത് അവർ ലാഭമാണ് അവർ നയിക്കുന്ന സംഗതി. അല്ലാതെ സമൂഹത്തിൽ ഇപ്പൊ അങ്ങനെ വ്യാപാരികളിലും സാംസ്കാരികമായ ഒരു സ്വഭാവ രീതി ചെലുത്തുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം ഒന്നും കേരളത്തിലില്ല. നമ്മളിവിടുത്തെ സാംസ്കാരിക നേതാക്കൾക്ക് പോലും സാംസ്കാരികമായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സംസ്ഥാനമാണ് നമ്മളുടെ. അപ്പൊ അതുകൊണ്ട് ഈ സാംസ്കാരിക നേതാക്കൾ പോലും ഈ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഓരോ സർക്കാർ വരുമ്പോഴത്തേക്ക് താങ്ങി നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്കാരമുള്ള ഒരു നാട്ടില് സ്വാഭാവികമായിട്ടും ഈ പൂഴ്ത്തിവെപ്പും അനഭിലഷണീയമായ പല പ്രക്രിയകളും ആരംഭിക്കും. ഇത് അവസരമാക്കി മാറ്റാനായിട്ട് അവർ ഉപയോഗിക്കും. ഈ സാർ, എനിക്കൊരു സംശയം. നമ്മുടെ മുൻപ് പെട്രോളിയം വകുപ്പ് മന്ത്രി ലോക്സഭയിൽ നടത്തിയ പ്രസ്താവന ഏതാണ്ട് 60-70 ദിവസത്തെ കരുതൽ ശേഖരം നമുക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവന നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ആശങ്കപ്പെടുത്തുന്ന ചില സംഗതികളുണ്ട്. നമുക്ക് ഈ കരുതൽ ശേഖരം അതവിടെ നിൽക്കട്ടെ, പക്ഷേ രാജ്യത്തിൻ്റെ ഇന്ധന സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന രീതിയിൽ നമുക്ക് ആ സപ്ലൈ ചെയിനിൽ കാര്യമായ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നതുകൂടിയല്ലേ ഈ പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവനയെ വായിച്ചെടുക്കേണ്ടത്? വളരെ വ്യക്തമാണത്. സപ്ലൈ ചെയിനിൽ കാര്യമായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു വിടവ് വന്നിട്ടുണ്ട്. ആ സപ്ലൈ ചെയിൻ ഇങ്ങനെ വളരെ സ്മൂത്ത് ആയിട്ട് പോകും. നമുക്കിതൊന്നും അറിയത്തില്ലല്ലോ. നമ്മള് സാധാരണ ജനങ്ങളുടെ പെട്രോൾ ബങ്കിൽ ചെല്ലുന്നു, പെട്രോൾ അടിക്കുന്നു, ഇത്ര അറിയുന്നുള്ളൂ. നമ്മൾ ഈ QR കോഡ് വെച്ചിട്ട് പൈസ പേയ്മെന്റ് നടത്തുന്ന പോലെയാണ്. അതിന്റെ പിന്നിലുള്ള അൽഗോരിതം നമുക്ക് പിടിയില്ലല്ലോ. എന്ന് പറഞ്ഞതുപോലെ ആ ഒരു അൽഗോരിത സമാനമായ ഒരു അന്തരീക്ഷം അതിന്റെ പിന്നിലുണ്ട്. അപ്പൊ അത് വളരെ സങ്കീർണമായിരിക്കും. ആ സങ്കീർണ അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ 60-70 ദിവസത്തേക്കുള്ള നമ്മുടെ കരുതൽ ശേഖരമുണ്ട്. പക്ഷെ നമുക്ക് അഡീഷണൽ ആയിട്ട് ആ 60-70 എന്നുള്ളത് നിലനിർത്താൻ പറ്റുന്നില്ല. അവിടെയാണ് പ്രശ്നം.
ഇപ്പൊ കരുതൽ ശേഖരം നമുക്ക് നിലനിർത്താൻ പറ്റുന്നില്ല എന്നുള്ളതിന്റെ സൂചനയാണ് പ്രൈം മിനിസ്റ്റർ നൽകിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിയന്ത്രണം പാലിക്കാനും വർക്ക് ഫ്രം ഹോം മിക്കവാറും എനിക്ക് തോന്നുന്നു കേന്ദ്ര മന്ത്രാലയം പ്രധാനപ്പെട്ട എല്ലാ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും അതുപോലുള്ള സ്ഥാപനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുകയും ഈ വർക്ക് ഫ്രം ഹോം പെട്ടെന്ന് തന്നെ ഒരുപക്ഷെ ഈ ആഴ്ച തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്യുന്നതാണ്. മിക്കവാറും സ്ഥാപനങ്ങൾ തന്നെ സ്വമേധയാ മുന്നോട്ട് വന്നിട്ട് അത് ചെയ്യാനുള്ള സംഗതിയുണ്ട്. കാരണം എങ്കിലേ അതൊരു കൾച്ചർ പോലെ മാറുള്ളൂ. ഇതിപ്പോ ഒരു പൊതുവിൽ എല്ലാവരും ചെയ്യുന്നെങ്കിൽ മാത്രമേ എല്ലാവരും അങ്ങനെ ചെയ്യത്തുള്ളൂ. ഇപ്പൊ കോവിഡിന്റെ സമയത്ത് തന്നെ എല്ലാവരും വീട്ടിലടച്ചിരിക്കുന്നു. അപ്പൊ അത് മാനുഷിക പ്രശ്നമാണ്. അല്ല ഒരു സ്ഥാപനം മാത്രം ഈ വർക്ക് ഫ്രം ഹോം അങ്ങനെ നടക്കത്തില്ല. അതുകൊണ്ട് മിക്കവാറും ഈ ആഴ്ച തന്നെ അല്ല ഇന്നു മുതൽ തന്നെ സ്ഥാപനങ്ങൾ അതിനുള്ള പ്രക്രിയ ആരംഭിക്കും. അതേപോലെ പ്രധാനമന്ത്രി ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് തിരിയണം. ഈ ഡീസൽ പെട്രോൾ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് ബദലായിട്ട് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് തിരിയണം. പക്ഷേ കേരളം പോലെയൊക്കെയുള്ള ഒരു സ്ഥലത്ത് അത് അത്രത്തോളം സാധ്യമാണ് സാർ? അല്ല, അത് കേരളം പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഇപ്പൊ ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പം ആൾക്കാർ വാങ്ങുന്നതിന്റെ ഒരു തോത് കൂടിയിട്ടുണ്ട്. പക്ഷെ വീണ്ടും ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്ന് മാറി ഈ ആഗോളതലത്തിൽ ഇപ്പൊ ഹൈബ്രിഡ് ആണ് കൂടുതൽ ഉചിതം എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും അവിടെയും ഈ പറഞ്ഞത് ഇലക്ട്രിക് ഇതിലൂടെയാണ് വൈദ്യുതിയിലൂടെയാണ് വാഹനങ്ങൾ ഓടുന്നത്. അപ്പൊ ഹൈബ്രിഡിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ പൂർണ്ണമായിട്ടും ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ ഒരു പശ്ചാത്തലത്തിൽ എനിക്ക് തോന്നുന്നില്ല അത് പ്രായോഗികമാകും തോന്നില്ല. അത് ഓരോ വ്യക്തികളുടെയും താല്പര്യങ്ങളും അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും അനുസരിച്ച് മാത്രമേ ഈ വാഹനങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ പോകുള്ളൂ. അല്ലാതെ ഒരു കാരണം ഇപ്പൊ പുതിയതായിട്ടുണ്ടായിരിക്കുന്ന ആഗോളതലത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് ഹൈബ്രിഡ് ആണ് ഏറ്റവും കൂടുതൽ നല്ലതെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഹൈബ്രിഡ് ആണെങ്കിലും വൈദ്യുതിയും ഇന്ധനം ഉപയോഗിച്ചുള്ള സംഗതിയാണ്. അപ്പോ അത് എത്രമാത്രം എനിക്കറിയില്ല അതിന്റെ ഒരു സാധ്യത. കാരണം അത് ജനങ്ങളുടെ ഒരു പ്രിഫറൻസ് ആണ്. അത് അവരുടെ ഒരു അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ് സംഗതി. അല്ലാതെ ഈ ഒരു താൽക്കാലിക പ്രശ്നത്തെ നേരിടാൻ വേണ്ടിയിട്ട് വൈദ്യുത വാഹനങ്ങളിലേക്ക് ആൾക്കാർ മാറും എന്ന് നമുക്ക് കരുതാൻ കഴിയും. ശരി, നന്ദി. താങ്ക് യു.